വടക്കൻ പറവൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച ദാരുണമായ സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ചേരനെല്ലൂർ സ്വദേശിനിയായ 30 വയസ്സുകാരി കാവ്യമോളാണ് പ്രസവാനന്തര സങ്കീർണതകളെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിലെ ചികിത്സയ്ക്കെതിരെയാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധമുയരുന്നത്. രണ്ടാമത്തെ പ്രസവത്തിനായാണ് കാവ്യമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24-ാം തീയതിയായിരുന്നു പ്രസവം നിശ്ചയിച്ചിരുന്നത്. സന്തോഷകരമായ ഒരു വരവേൽപ്പിന് കുടുംബം ഒരുങ്ങുമ്പോഴാണ് വിധി ദാരുണമായി മാറിയത്. അന്ന് ഉച്ചയ്ക്ക് 12:50ഓടെ കാവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞ് ആരോഗ്യവാനായിരുന്നുവെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ കാവ്യയുടെ നില മോശമാകാൻ തുടങ്ങിയതായി ബന്ധുക്കൾ പറയുന്നു. പ്രസവത്തിന് പിന്നാലെ കാവ്യയ്ക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായതായി ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു. സാധാരണ നിലയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം രക്തം പോകുന്നു എന്നതായിരുന്നു ഡോക്ടർമാരുടെ വിശദീകരണം. രക്തസ്രാവം നിൽക്കാത്തതിനാൽ ജീവൻ രക്ഷിക്കാൻ ഗർഭപാത്രം നീക്കം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഈ ഗുരുതര സാഹചര്യത്തിൽ കുടുംബ സമ്മതപത്രം നൽകുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. എന്നാൽ ഗർഭപാത്രം നീക്കം ചെയ്തിട്ടും കാവ്യയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല. വൈകുന്നേരം 4 മണിയോടെ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഹൃദയാഘാതം കൂടി സംഭവിച്ചതോടെ കാവ്യയുടെ നില അതീവ ഗുരുതരമായി. പ്രാഥമിക സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ മാറ്റാൻ തീരുമാനിച്ചു. തുടർന്ന് കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് കാവ്യ എത്തിച്ചു. അപ്പോഴേക്കും രക്തസ്രാവവും ഹൃദയാഘാതവും മൂലം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിയിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ മരണവുമായുള്ള മല്ലിടലിലായിരുന്നു കാവ്യ. ആധുനിക സജ്ജീകരണങ്ങളുള്ള ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടർന്നുവെങ്കിലും പ്രതീക്ഷകൾ മങ്ങുകയായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരത്തോടെ കാവ്യയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സന്തോഷം നിറയേണ്ടിയിരുന്ന വീട്ടിൽ ഇതോടെ കരിനിഴൽ വീണു. ആശുപത്രി അധികൃതർക്ക് സംഭവിച്ച വീഴ്ചയാണ് തന്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെടുത്തിയതെന്ന് ഭർത്താവ് സനീഷ് ആരോപിച്ചു. കൃത്യസമയത്ത് ശരിയായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. ചികിത്സയിൽ അനാസ്ഥ കാണിച്ച ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നോർത്ത് പറവൂർ പോലീസിനെ സമീപിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നോർത്ത് പറവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. അതേസമയം തങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് ഡോൺ ബോസ്കോ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്നു. ആവശ്യമായ എല്ലാ മെഡിക്കൽ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്നും സങ്കീർണമായ ശാരീരിക അവസ്ഥകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ആശുപത്രി മാനേജ്മെന്റ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ മെഡിക്കൽ ബോർഡിന്റെ സഹായം തേടുമെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കേസിൽ നിർണായകമാകും. ചികിത്സാ രേഖകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രസവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മൊഴികൾ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. രണ്ടാമത്തെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ കാവ്യ യാത്രയായത് നാടിന് നോവായി മാറി. സനീഷിന്റെയും കുടുംബത്തിന്റെയും ഏക ആശ്രയമായിരുന്നു കാവ്യ. ആരോഗ്യവതിയായ ഒരു യുവതി പ്രസവത്തെ തുടർന്ന് പെട്ടെന്ന് മരണപ്പെട്ടത് വൈദ്യശാസ്ത്ര രംഗത്തും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് ബന്ധുക്കളുടെ തീരുമാനം.